ഹലോ ഗൈസ്, നമസ്കാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ചോദിക്കുന്നതാണ്, ഈ സിഗരറ്റ് നിർത്താൻ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആധികാരികമായ കാര്യം പറയുന്നതിന് മുമ്പ് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ ഓൾറെഡി സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ അഡിക്ഷൻ എങ്ങനെയാണ് നിർത്തിയത് എന്നുള്ളത് നമുക്ക് ആളോട് ചോദിക്കാം. എൻ്റെ സ്മോക്കിംഗ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തിട്ടുള്ള 2-3 സ്റ്റെപ്പുകളാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഡെയിലി ഒരു 10-20 സിഗരറ്റ് വെച്ച് വലിക്കുന്ന ആളാണ്. പലപ്പോഴും നിർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു 5-8 മണിക്കൂറൊക്കെ മാക്സിമം പിടിച്ചു വെക്കാമെന്നല്ലാതെ അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സ്മോക്ക് ചെയ്യുന്നത്. മറ്റ് ലഹരികൾ നിർത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊബാക്കോ നിർത്താൻ വേണ്ടിയിട്ടാണ്. പലരും ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ വരുന്നവർ മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നത്, അതായത് മദ്യം ഉപയോഗിക്കുന്നവരും അവർക്ക് സൈഡായിട്ട് അവർ ഒന്നെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ ഹാൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ മദ്യപാനം അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ കഞ്ചാവ് ഇതൊക്കെ നിർത്തിയാലും അവർ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ ഹാൻഡ്സ് ഉപയോഗിക്കുക ഇതൊക്കെ അവർ സൈഡായിട്ട് കൊണ്ടുപോകും. അത് അവർക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല. കാരണം നിക്കോട്ടിൻ നന്നായിട്ട് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും. അത് നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ച് നമുക്ക് അതിനോടുള്ള ക്രേവിങ് കൂടും. ഭയങ്കരമായിട്ട് ഒരു സിഗരറ്റ് വലിക്കണം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കണം, ചിലർക്ക് ടോയ്ലറ്റ് പോകുന്നതിന് മുന്നേ ഒരു സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ബോഡി അതിനോട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോകും. നിർത്താൻ ഞാൻ ഉപയോഗിച്ച വഴികളിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വയം തയ്യാറാവണം. നമുക്ക് തന്നെ ഇതിനോടൊരു മടുപ്പ് വന്നു തുടങ്ങണം. നിർത്തണം എന്നിട്ടുള്ളൊരു ഒരു ബോധ്യം നമുക്ക് വേണം. നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. പക്ഷേ നമുക്ക് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം വേണം. ഇത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കലൊക്കെ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാമിനൊക്കെ കുറയുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വന്ന് നിർത്തണം എന്നുള്ളൊരു ചിന്തയിലെത്തണം. നമുക്ക് ഒന്നുകിൽ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പികൾ ചെയ്യുക, അതൊരു മെത്തേഡാണ്. വേറെ വല്ലതിലേക്ക് ഇമോഷൻ മാറ്റി വേറെ ഇതിലേക്കൊക്കെ എൻഗേജ് ചെയ്യുന്ന പോലെ തെറാപ്പികൾ ചെയ്യാം. എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവുക, അതായത് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ മറ്റ് രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോഡീനോട് കൂടുതൽ നമുക്ക് സ്നേഹം തോന്നുമ്പോൾ നമ്മൾ ബോഡീനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു കിട്ടും. ആ കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മളതിനെ ക്വിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നല്ല എഫക്റ്റീവായിട്ട് എല്ലാവർക്കും കുറച്ചുകൂടെ ഇതിനൊന്നും ടൈമില്ലാത്ത ആൾക്കാർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് ബോഡിയിലേക്ക് നിക്കോട്ടിൻ മറ്റ് രീതിയിൽ കൊടുത്ത് നമ്മൾ നമ്മുടെ ചീത്ത സ്വഭാവം മാറ്റുന്ന രീതിയാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതായത് സ്മോക്കിംഗ് വഴിയും അല്ലെങ്കിൽ ഹാൻഡ്സോ മറ്റുള്ള പുകയില ഉപയോഗം വഴി നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന നിക്കോട്ടിൻ ഇതുവഴിയല്ലാതെ വേറെ വഴി കൊടുത്തിട്ട് ക്രേവിങ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയാണ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അതിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആയത് നിക്കോടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചൂയിങ് ഗം അവൈലബിൾ ആണ്, മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. അതൊരു ക്രേവിങ് വരുന്ന സമയത്തൊക്കെ അത് ഓരോന്ന് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ സമയത്ത് സിഗരറ്റ് വലിക്കാനുള്ള ഒരു തോട്ട് ഉണ്ടാവില്ല. അത് കുറച്ച് കാലം കൊണ്ടുപോയി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ പാച്ചസ് ഉണ്ട്, ശരീരത്തിൽ ഒട്ടിക്കുന്ന നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്, അത് ബോഡിയിൽ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ടാബ്ലറ്റുകളുണ്ട്, അത് യൂസ് ചെയ്യുക. ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ്സൊക്കെ എനിക്കറിയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം, നിർത്താൻ പറ്റുന്നവർക്ക് നിർത്താം. അപ്പോൾ ഏകദേശം ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു അഡിക്റ്റ് എങ്ങനെയാണ് നിർത്തി തുടങ്ങിയത് എന്നൊരു ഐഡിയ ആളുടെ വായിൽ നിന്ന് കിട്ടിയല്ലോ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.